ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും സിദ്ധാർത്ഥ് പ്രഭുവിനെ പുറത്താക്കിയെന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ സത്യാവസ്ഥ തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയതും. 2 ദിവസം മുൻപാണ് സിദ്ധാർത്ഥ് പ്രഭു വാഹനമോടിച്ച് ഇടിച്ചു തെറിപ്പിച്ച ലോട്ടറി വിൽപ്പനക്കാരൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും സിദ്ധാർത്ഥ് പ്രഭുവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുകയും ചെയ്തത്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിമുട്ടിയും എന്ന പരമ്പരയിലൂടെ ബാലതാരമായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത്. സിദ്ധാർത്ഥിന്റെ വരവ് വെറുതെ ആയില്ല. ഒന്നിനു പിറകെ ഒന്നായി നിരവധി അവസരങ്ങളാണ് സിദ്ധാർത്ഥിനെ തേടിയെത്തിയത്. ചെറുതും വലുതുമായി ഒരുപാട് നല്ല പരമ്പരകളിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. തട്ടിയും മുട്ടിയും, സുരഭിയും, സുഹാസിനിയും, ഉപ്പും മുളകും എന്നിങ്ങനെയുള്ള പരമ്പരകളാണ് സിദ്ധാർത്ഥ് പ്രഭുവിന്റേതായിട്ട് മലയാളം മിനി സ്ക്രീനെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത പരമ്പരകൾ. ഇപ്പോൾ ഇതാ ഉപ്പും മുളകും പരമ്പരയിൽ ലച്ചു എന്ന നായികയുടെ ഭർത്താവായ സിദ്ധു എന്ന കഥാപാത്രത്തെയാണ് സിദ്ധാർത്ഥ് പ്രഭു അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ പരമ്പരയിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഡെയ്ൻ ഡേവിഡ് ആയിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് കൊണ്ടായിരുന്നു സിദ്ധാർത്ഥ് പ്രഭു പരമ്പരയിലേക്ക് ചുവടുവച്ചത്. തുടക്ക സമയത്ത് ലച്ചുവിന്റെയും സിദ്ധുവിന്റെയും കഥാപാത്രങ്ങൾക്ക് വലിയ ആരാധക പിന്തുണയും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സിദ്ധാർത്ഥിനെ തേടി ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നെത്തിയത്. സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച വാഹനമിടിച്ച് ഒരാൾക്ക് പരിക്ക് പറ്റുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതോടെ കേസും മറ്റുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ന് സിദ്ധാർത്ഥ് പ്രഭു. അതിന്റെ ഇടയിലാണ് സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഫാൻസ് പേജുകളിലൂടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. സിദ്ധാർത്ഥ് പ്രഭു ഏകദേശം പരമ്പരയിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ആ വാർത്ത. പിന്നീട് നിരവധി പേരാണ് സന്തോഷം അറിയിച്ചുകൊണ്ടും അതേസമയം ദുഃഖം പങ്കുവെച്ചുകൊണ്ടും രംഗത്തെത്തിയത്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, കരിയർ നഷ്ടപ്പെട്ടു എന്നായിരുന്നു ഒരു വിഭാഗം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കമന്റിൽ കുറിച്ചത്. അതേസമയം മറ്റുള്ളവർ വിമർശിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. നിന്നെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ സമൂഹത്തിന് നാണക്കേടാണ് എന്നുള്ള രീതിയിലായിരുന്നു കമന്റുകൾ.